വയനാട് ചൂരൽമല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. ദുരന്തബാധിതർ ഇപ്പോഴും ഗുണഭോക്തൃ പട്ടികയ്ക്ക് പുറത്താണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. അട്ടമല, പടവെട്ടിക്കുന്ന് പ്രദേശങ്ങളിലെ 173 കുടുംബങ്ങളെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തണം. അവസാനമിറങ്ങിയ 49 കുടുംബങ്ങളുടെ പുതിയ പട്ടികയിൽ നിരവധി അനർഹരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. ഈ മാസം 19-ന് ജില്ലാ കലക്ടറേറ്റ് ഉപരോധവും നടത്തും. ജില്ലാ ഭരണകൂടം 49 ഗുണഭോക്താക്കളുടെ വീട് നൽകുന്ന ആളുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ 49 പേരിൽ പലരും അനർഹരാണ്. എന്നാൽ അവർക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞ് ചില നിയമങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിലുണ്ട്. അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് മാനദണ്ഡങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. എങ്കിലും ഓക്കെ, ആ മാനദണ്ഡങ്ങൾ പ്രകാരം അവർക്ക് ഈ 49 പേർക്കും വീട് നൽകട്ടെ. പക്ഷേ ഈ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ആളുകൾ പുറത്തുണ്ട്, അവരെയും കൂടെ പരിഗണിക്കണം. 173 കുടുംബം മുഴുവൻ, ഈ 173 കുടുംബങ്ങളാണ് ഇനി ലിസ്റ്റിൽ വരാനുള്ളത്. ഈ 173 കുടുംബങ്ങളും മാനദണ്ഡങ്ങൾ ഇവരിപ്പോൾ നിലവിൽ 49 പേർക്ക് കൊടുത്ത മാനദണ്ഡങ്ങൾ ഉള്ള ആളുകളാ. അപ്പൊ അവരെ പരിഗണിക്കണ്ടേ? അവരെ പരിഗണിക്കാതെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് മാനദണ്ഡങ്ങൾ എഴുതി ചേർത്ത് വീട് നൽകുക ചെയ്തിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിച്ചിട്ടുള്ള പ്രക്ഷോഭം എന്ന് പറയുന്നത് ഞങ്ങളൊരു സമരത്തിന് മനസ്സുള്ള ആൾക്കാരൊന്നല്ല, ആ മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. പക്ഷേ സമരം ചെയ്തേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് റോഡ് ഉപരോധിക്കുക, അതോടൊപ്പം കളക്ടറേറ്റ് ഉപരോധിക്കുകയാണ് തീരുമാനം. ഞങ്ങൾ സമരക്കാരല്ല, സമരത്തിന് താല്പര്യമുള്ള ആളുകളല്ല. പക്ഷെ സമരം ചെയ്തേ മതിയാവുള്ളെങ്കിൽ ദേശീയപാത ഉപരോധിക്കുന്നതോടൊപ്പം തന്നെ കളക്ടറേറ്റും ഉപരോധിക്കാനാണ് ഞങ്ങൾ ഈ വരുന്ന വെള്ളിയാഴ്ച. വിവരങ്ങളുമായി ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, ഇവരുടെ പരാതികളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഏത് തരത്തിലുള്ള സമരമാണ്? നിലവിൽ സർക്കാരിന്റെ ലിസ്റ്റിൽ ആദ്യഘട്ടത്തിൽ 400-ലധികം കുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പുറമെ ഇപ്പോൾ 49 കുടുംബങ്ങൾ കൂടി അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് സർക്കാരിന്റെ പുനരധിവാസ പട്ടികയിൽ 49 കുടുംബങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇനിയും പടവെട്ടിക്കുന്ന് ഉൾപ്പെടെയുള്ള മേഖലകളിലെ കുടുംബങ്ങൾ, അതുപോലെ അട്ടമലയിലെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തണമെന്നാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ഇതിനു മുമ്പ് പല തവണ ഇത്തരത്തിൽ പല സമരങ്ങളും നമ്മൾ കണ്ടതാണ്. ഇതിന് പുറമെയാണ് ഇന്ന് അന്തിമ ലിസ്റ്റ് പുറത്തു വന്നതോടെ വീണ്ടും ഇവർ പറയുന്നത് ഈ ഇപ്പോൾ അവസാനമായി പുറത്തിറങ്ങിയ 49 കുടുംബങ്ങൾ അനർഹരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കുടുംബങ്ങളെ കൂടി സർക്കാർ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ശരി ഫൈസൽ.